നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്ന ആ ഒരു മിറാക്കിൾ എന്താണ് എന്നുള്ളതാണ്. മേ ബി നിങ്ങൾ ഇപ്പോൾ സെപ്പറേഷനിലായിരിക്കാം. പക്ഷെ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങൾ അവർക്കൊരു അവസരം കൂടി നൽകണം എന്നുള്ളൊരു കാര്യമാണ്. ഒരു സെക്കൻഡ് ചാൻസ് ആണ് ഈ വ്യക്തി ഇപ്പോൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഫീലിങ്സ് ഉള്ളത്, ആ ഒരു സെയിം ഫീലിങ്സ് ആണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളതെന്ന് കാണുന്നുണ്ട്. പല കാര്യങ്ങൾക്കും നിങ്ങൾ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് യെസ്, ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും എഫേർട്ട് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ പരസ്പരം മനസ്സിലാക്കുക. നിങ്ങൾ പല പല കാര്യങ്ങളും രണ്ടുപേരും ഹൈഡ് ചെയ്യുന്നുണ്ട്. പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടുതലായിട്ട് ഷെയർ ചെയ്യുക. ഓപ്പൺ ആവാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതലായിട്ട് മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. ആൻഡ് യെസ്, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരാൻ നിങ്ങളിൽ ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടു പേർക്കും ഒരു ഭയമുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ടും ആ ഒരു ചിന്തയിലാണ്. കാരണം ഇനി ഒന്നിച്ച് ചേർന്നാൽ നിങ്ങൾക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതെന്താണെന്നുള്ള റീസൺ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓക്കെ. ആൻഡ് യെസ്, ഇപ്പോ ആ വ്യക്തി ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ നിങ്ങളുടെ ഈ വേർപാട് അവരെ എത്രമാത്രമാണ് വേദനിപ്പിക്കുന്നത്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് എത്രമാത്രം ഡിപ്രഷനാണ് നൽകുന്നത്, നിങ്ങൾക്ക് എത്ര വേദനയാണ് നൽകുന്നത് എന്നൊക്കെ ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ ഒരിക്കൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഈ വ്യക്തി എന്നെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, എൻ്റെ ഫീലിങ്സ് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ഈ വ്യക്തി എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. നിങ്ങളുടെ ഫീലിങ്സ് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് യെസ്, ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷന് ഒരു ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യതയാണ്. അതായത് നോ കോണ്ടാക്റ്റ് ആയിരുന്നാലും, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാത്തൊരു സാഹചര്യമായിരുന്നാലും അതിനെല്ലാം ഒരു എന്താണ്, ഒരു മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ. അതുകൊണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറക്കുക എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. മറക്കാൻ വേണ്ടി ഈ വ്യക്തി പ്രാർത്ഥിക്കുകയാണ്. അവര് പറഞ്ഞു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ അവര് നിങ്ങളോട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യുക എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. യെസ്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു ചേഞ്ച് ആണ് ആ ഒരു സിറ്റുവേഷനിൽ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് മാറുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരിക്കലും സംഭവിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്നുള്ളതാണ് ആ ഒരു മിറാക്കിൾ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. ഓക്കെ. ആൻഡ് യെസ്, അതായത് ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരും. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണിൽ നിന്നൊരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത്രയും മിറാക്കിളസ് ആയിട്ടുള്ള ഒരു മാറ്റം ഈ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ ആഗ്രഹിക്കുന്നു. മേ ബി ഈ ഒരു റീഡിംഗ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ഈ വ്യക്തിയിൽ നിന്ന് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും. ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നു പോകും എന്ന് മനസ്സിലാക്കുക. ആൻഡ് യെസ്, ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ അഡിക്റ്റഡ് ആണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത്രയും നാളും നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ ആ വ്യക്തി മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളുടെ പ്രണയം അവരുടെ ലൈഫിൽ എത്രത്തോളം, അവരുടെ ഉള്ളിൽ തന്നെയും എത്രത്തോളം ഈ പ്രണയം നിലനിന്നിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഈ സെപ്പറേഷൻ ടൈമിലാണ് അവർ മനസ്സിലാക്കിയത്. മേ ബി ഈ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സായിട്ട് നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യത്തിനും ഇവിടെ വ്യക്തത വന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് ചാൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള റീയൂണിയന് വേണ്ടിയിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യം, ആ ഒരു ന്യൂസ് നിങ്ങൾ അവരിൽ നിന്ന് തന്നെ കേൾക്കാൻ ഇടയാകും എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്ന ആ ഒരു മിറാക്കിള് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോളൂ. ഓക്കെ.
അപ്പോൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക, വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്യുക. എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുക, യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു മിറാക്കിൾ എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ്. ഇതിൽ കൂടുതൽ വ്യക്തത വരാനൊന്നും തന്നെ ഇല്ല. ഈ വ്യക്തി ഇപ്പോൾ സ്പിരിച്വലി ആൻഡ് ഫിസിക്കലി നിങ്ങളെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അത്രയും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഈ വ്യക്തി ഫിസിക്കൽ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മിറാക്കിള് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ആൻഡ് യെസ്, തീർച്ചയായിട്ടും ഇത്രയും നാളും നിങ്ങൾക്കിടയിൽ ഒരു വ്യക്തിക്ക് മാത്രമാണ് പ്രണയം കൂടുതലായിട്ടുള്ളത് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. മേ ബി അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടാവണം. ഈ വ്യക്തിക്ക് നിങ്ങളോട് യാതൊരു പ്രണയവും കമ്മിറ്റ്മെന്റ് ഇല്ല, ഈ വ്യക്തി നിങ്ങളെ അവഗണിക്കുന്നു എന്നൊക്കെയുള്ള തോന്നലുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം ഒരു ചേഞ്ച് ആണ് വരുന്നത്. നിങ്ങൾ പോലും അറിയാതെ അത്രയും ഡീപ്പായിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. മേ ബി അത്തരം കാര്യങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് അത്തരം ഒരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്, ആ വ്യക്തിയിൽ വരാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ആ മിറാക്കിളസ് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. ആ വ്യക്തി ആ ഒരു രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യും, നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരും എന്ന് തന്നെയാണ് കാണുന്നത്. മേ ബി ഈ വ്യക്തിക്ക് അത്രയും ഒരു സ്നേഹം, അട്രാക്ഷൻ ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങളോട് തോന്നുന്നുണ്ടാവും. വരും ദിവസങ്ങളിൽ തന്നെ ചിലപ്പോൾ ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് നേരിൽ കാണാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്തൊരു മാറ്റമാണ്, ഒരു മിറാക്കിളസ് ആയിട്ടുള്ള ചേഞ്ച് ആണ് നിങ്ങളുടെ ലവ് ലൈഫിൽ വരുന്നത്. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നവർ അക്സെപ്റ്റ് ചെയ്യണം. അത്രയും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കണം. ഒരുപാട് പേർക്കും ഈ ഒരു ചേഞ്ച് സംഭവിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓക്കെ, യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. ദൈവം അവർക്കായിട്ട് നൽകിയിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് നിങ്ങൾ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു. ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സ് തോന്നുന്നുണ്ട്. യു ആർ മൈ സ്ട്രെങ്ത്. നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത്, പവർ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. കം ബാക്ക് ഇൻ മൈ ലൈഫ്. അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരൂ എന്ന് പറയുന്നുണ്ട്. ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈ സെൽഫ്. ഓക്കെ, അവർ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് അവരുടെ ക്യാരക്ടറിലായിരിക്കാം, അവരുടെ ലൈഫിൽ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു. ഓക്കെ, അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എല്ലാം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാവുന്നതിൽ അവർ പരാജയപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഐ കാൺട്ട് ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു. നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. ഐ ആം സോറി. ഓക്കെ, അവർ നിങ്ങളോട് സോറി പറയുന്നുണ്ട്.